നമസ്കാരം മനോജ് ജി. നമസ്കാരം സനോജ് ജി. നമ്മുടെ മുഖ്യമന്ത്രി കൂടിയായ ധനമന്ത്രി തിരിച്ചു പറയേണ്ടി വരും, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ആദ്യ ബഡ്ജറ്റ് അതിന്റെ അവതരണം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ UDF ഈ പ്രചരണ സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ എന്നുള്ളതാണ് ആദ്യം ഉന്നയിക്കേണ്ട ഒരു ചോദ്യം. അങ്ങനെ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണത്, അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വാഗ്ദാനങ്ങളിൽ പറഞ്ഞ് പാലിക്കപ്പെടാതെ പോയ വലിയ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ ഒരുപക്ഷെ മറ്റെല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് ഇത്. രാവിലെ മുതൽ സാറ്റലൈറ്റ് ചാനലുകൾ അടക്കമുള്ളവ ഇത് കീറിമുറിച്ച് പരിശോധിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു പരിശോധന നടത്തുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, കേരള സംസ്ഥാനം കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF ഭരിച്ച് ഏത് രീതിയിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച ധവളപത്രം വരെ ഇറക്കിയത്. ഇപ്പൊ അത് കഴിഞ്ഞ് VD സതീശൻ ഒരുപക്ഷെ ധനമന്ത്രി, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, ധനമന്ത്രിയും മുഖ്യമന്ത്രി സ്ഥാനം കൂടെ ഒരുമിച്ച് വഹിക്കുന്ന ആൾ. R ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കോൺഗ്രസിന്റെയും മൂന്നാമത്തെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ VD സതീശന് ഇന്നത്തെ ബഡ്ജറ്റിൽ കൊടുക്കാവുന്ന ഒരു മാർക്ക് എത്രയാണ്? ഒരു 45, 100-ൽ 45 മാർക്ക് ജസ്റ്റ് പാസ് എന്ന് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരിക്കില്ലാതെ, ആരെയും തല്ലാതെ, ആരെയും അധികം തലോടാതെ പോയൊരു ബഡ്ജറ്റാണിതെന്ന് പറയേണ്ടി വരും. കാരണം ഒരു മധ്യവർത്തി ബഡ്ജറ്റ് എന്ന് പറയും, മധ്യവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റല്ല, നടുക്കൂടിയുള്ളൊരു പാത പിടിച്ച് വളരെ സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങിയൊരു ബഡ്ജറ്റാണിതെന്ന് പറയേണ്ടി വരും. സനോജിയുടെ ആദ്യത്തെ ചോദ്യം, ഈ തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ എല്ലാം പാലിച്ചോ എന്നുള്ളത്. ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ അന്നേ രാഷ്ട്രീയക്കാർ എതിരാളികളാണെങ്കിൽ പോലും BJP വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ട് പ്രിയദർശിനി സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, ഈ 2 പദ്ധതികളെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം ജനങ്ങളെ ഏറ്റവും കൂടുതൽ, ജനങ്ങളുടെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന 2 സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൽ പ്രിയദർശിനി യാത്രയ്ക്ക് വേണ്ടി 500 കോടി വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു KSRTC എന്നുള്ളൊരു വലിയ പ്രസ്ഥാനം, ആനവണ്ടിയാണ്, അത് വെള്ളാനയാണ് എന്നൊക്കെ പറയുമെങ്കിലും സാധാരണ ജനങ്ങളുടെ ആശ്രയമാണ്, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ. വടക്കോട്ടുള്ള ജില്ലകളിൽ പ്രൈവറ്റ് ബസ്സുകൾ നിരവധിയുണ്ട്. തെക്കൻ ജില്ലകളിലെ ഈ ഒരു ആശ്രയം, ഈ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത സർക്കാർ നികത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 150 കോടി രൂപ KSRTCക്ക് കൊടുത്താൽ പ്രതിവർഷം അവർക്ക് ആദ്യഘട്ടത്തിൽ 6000 സർവീസ് നടത്തുമെന്ന് പറഞ്ഞിട്ട് അത് പകുതിയാക്കി 3000ലേക്ക് മാറ്റി. അല്ലാതെ തുടർ വർഷങ്ങളിൽ ഈ 3000 ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് അവസാനമായിട്ട് പേരിന് 4-5 ബസ്സുകൾ ഇടയ്ക്കിടെ പ്രിയദർശിനി എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല. ഭാവിയിൽ ഇത് എണ്ണം കുറയ്ക്കുമ്പോൾ ഇതാ ഓടുന്നുണ്ടല്ലോ എന്നുള്ള വീഡിയോ തെളിവുകൾ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ വകയിരുത്തിയ തുക അതിന് പര്യാപ്തമല്ല. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനു വേണ്ടി വകയിരുത്തിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു ഇത്തരത്തിലുള്ള 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഇൻഷുറൻസ് നൽകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്ന തുക കണക്കാക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു കുടുംബത്തിന് 11 രൂപയാണ് അതിൻ്റെ അകത്ത് വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ജനസംഖ്യ സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിലും മാന്യമായിട്ടുള്ളൊരു കാര്യം VD സതീശൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ നടപടി ചെയ്തു എന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രീതിയിലായിപ്പോയി ഇത് എന്ന് പറയാതെ തരമില്ല. പക്ഷേ ഇത് ചെയ്യാതെ അടുത്ത ബഡ്ജറ്റിൽ ഉമ്മൻചാണ്ടി ഇൻഷുറൻസിനെ കുറിച്ച് അതിനുവേണ്ടി തുക വകയിരുത്തുവാനുള്ളൊരു പ്രത്യേക സമിതി വെച്ച് 6 മാസത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിലും മാന്യതയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത് പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ അടിസ്ഥാനപരമായി ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് നടപ്പാക്കുമെന്ന് പറഞ്ഞു, അത് നടപ്പാക്കിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ 500 കോടി രൂപ ഇത്രയും, അല്ലെങ്കിൽ ഇത് 25 കോടി രൂപ വകയിരുത്തിയില്ലേ എന്ന് ജനം ചോദിക്കുന്ന തരത്തിലൊരു കളിപ്പിക്കുന്ന പ്രസ്ഥാനം, നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ കളിപ്പീര് പ്രസ്ഥാനമായി പോയി എന്ന് പറയുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റിൻ്റെ ഇവരുടെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. മറ്റ് വാഗ്ദാനങ്ങളെ സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ച് പഠന സമിതികൾ വയ്ക്കും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും, നല്ല വകയിരുത്തൽ പോലുമില്ല. അത് പക്ഷേ ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി മാന്യമാണെന്ന് പറയേണ്ടി വരും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമെന്നെങ്കിലും ഒരു വാഗ്ദാനമെങ്കിലും, കാരണം ഇത് നിയമസഭയിൽ രേഖയാണല്ലോ, ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഉമ്മൻചാണ്ടി ഇൻഷുറൻസും പ്രിയദർശിനി പദ്ധതിയും സൗജന്യ യാത്രാ പദ്ധതിയും ദയനീയമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് ആദ്യം മാർക്ക് കൊടുക്കാൻ സനോജി പറഞ്ഞപ്പോൾ അതിൽ തന്നെ ഒരു 40 മാർക്ക് കട്ട് ചെയ്തു ഈ പ്രസ്താവനകളുടെ പേരിൽ. അപ്പോൾ സനോജിക്ക് എന്ത് തോന്നുന്നു ഈ ബഡ്ജറ്റിൻ്റെ ഒരു അവതരണം? 1.5 മണിക്കൂർ കൊണ്ട് വളരെ ചുരുക്കി വളരെ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയക്കാരനാണ് ശ്രീ VD സതീശൻ. അദ്ദേഹം
പ്രസംഗം വളരെ നന്നായിരുന്നു, നെഹ്റുവിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, അത് സനോജ് തന്നെ ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ അത് ചോദിച്ചിരുന്നു, അത് സനോജ് തന്നെ പറയുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. ആ വിഷയത്തെ കേരള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറെ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്കുകളെല്ലാം ഈ ബഡ്ജറ്റിൽ അഡ്രസ് ചെയ്യപ്പെട്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിന്റെ ഒരു സമീപഭാവിയിൽ നമ്മൾ കേരളം കുറെ ദുരിതങ്ങളുടെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി LDF എന്നുള്ള ഒരു വലിയ ദുരിതം കേരളത്തിലുണ്ടായിരുന്നു. അതിനൊപ്പം എല്ലാ വർഷവും ഇവിടെ കൃത്യമായി വരുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെയാണ് ഈ മാറാരോഗങ്ങൾ. കഴിഞ്ഞ ഒരു 4-5 വർഷമായി സാംക്രമിക രോഗങ്ങൾ, നമ്മൾ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിൽ റിലീസാകുന്ന രോഗങ്ങൾ പോലും ഉണ്ടായിരുന്നു. നിപ, ഷിഗല്ല, എബോള, പേര് പറഞ്ഞു പോലും പേടിപ്പിക്കാൻ പറ്റുന്ന ഒട്ടനവധി രോഗങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ രോഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ഇന്നലെ നമ്മുടെ തത്വമയുടെ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് പോകേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അവിടുത്തെ OP ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. എന്തുമാത്രം രോഗികളാണ് അവിടെ എത്തുന്നതെന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിപ്പോ ഉച്ചയ്ക്ക് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചത്, ഇപ്പോൾ എയിംസ് എന്നുള്ളത് കേരളത്തിൽ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തു, സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോളാം. പക്ഷേ എയിംസിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതിനകത്തില്ല എന്ന് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ എന്താണ് ഒരു എടുത്തു കാണിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നു. ഇത് പരിതാപകരമാണ്. ഉള്ള മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെ പരിതാപകരമാണ്. അപ്പോൾ ഒരു അഡീഷണൽ മെഡിക്കൽ കോളേജ് കൂടി വരികയാണ്. ഇതാണോ ശാശ്വത പരിഹാരം എന്നുള്ളതാണ് ഞാൻ ഇന്ന് K. സുരേന്ദ്രന്റെ ചോദിച്ചത്. അപ്പം അദ്ദേഹം ഇതിന് കൃത്യമായി ഉത്തരം പറഞ്ഞത്, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് തന്നെ കേൾക്കാം. എങ്കിലും അദ്ദേഹം പറഞ്ഞത് വളരെ സംക്ഷിപ്തമായിട്ട് പറയാം. കാര്യം ഇത്തരത്തിൽ മാറാരോഗങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളം. ഭാരതത്തിൽ തന്നെ ഇത്രയധികം രോഗങ്ങൾ മാറാത്തൊരു സംസ്ഥാനം ഇന്ന് കേരളം അല്ലാതെ വേറൊരു സംസ്ഥാനമല്ലെന്ന് പറയുന്നത്. അത്രയ്ക്ക് രോഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇത്തരം രോഗങ്ങളിൽ പലപ്പോഴും ഈ വൈറോളജി പരിശോധനയൊക്കെ ആവശ്യമായി വരും, വിശദമായ സ്രവ പരിശോധനയൊക്കെ ആവശ്യമായി വരും. അപ്പൊ ഈ സ്രവ പരിശോധനയ്ക്ക് നമ്മൾ ഇന്നും ആശ്രയിക്കുന്നത് പൂനെയിലെ വൈറോളജി ലാബിനെയൊക്കെയാണ്. ഇവിടുന്ന് ഒരു രോഗിയുടെ സ്രവം എടുത്ത് അവിടേക്ക് അയച്ച് ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് വരുമ്പോൾ ഏകദേശം 7 ദിവസം കഴിയും. ഈ 7 ദിവസം കൊണ്ട് ഇത് അടുത്ത ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്, വ്യാപനവും. അതെ. അപ്പൊ ഈ രോഗിക്കുള്ള ചികിത്സയ്ക്ക് ഒരു കാലതാമസം വരുന്നു. അടുത്തത് സാംക്രമിക രോഗമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന്റെ ഒരു തോതും അതിന്റെ ഒരു തീവ്രതയും കൂടി വരുന്നുണ്ട്. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിന് ശരിക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ വരേണ്ടതിന്റെ ഒരു ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് K. സുരേന്ദ്രൻ സംസാരിച്ചത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യം ഉമ്മൻചാണ്ടി 2015 പ്രഖ്യാപിച്ച ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് ഒരു കല്ലിട് സാറേ, ഒരു കഷ്ണം കല്ലെടുത്ത് വെക്ക്. വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു. ആ കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ അവിടുത്തെ ഒരു ആളായതുകൊണ്ട് പറയുകയാണ്. ഉക്കിനടുക്കൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്താ അതിൻ്റെ അവസ്ഥയെന്ന് UDF കുറേ സമരം ചെയ്തു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ വെറും വാചക ഞാൻ പറഞ്ഞല്ലോ, ഒരു വൈറോളജി യൂണിറ്റിന് ഇവിടെ ഇത്രയധികം പകർച്ചവ്യാധി പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പൂനെയിൽ പോയി 6-7 ദിവസം കാത്തു കിടക്കേണ്ട അത് ഒരു ഭാവനയും ഇല്ലാത്തതാണ്. കേരളത്തെക്കുറിച്ച് ഒരു ഭാവനയും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് VD സതീശൻ ആദ്യ ബജറ്റിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഹരിപ്പാട കാര്യം ചെന്നിത്തലയോടൊന്ന് ചോദിക്കും. ഉമ്മൻചാണ്ടി അവിടെ പോയി പ്രഖ്യാപിച്ചതല്ലേ. മെഡിക്കൽ കോളേജ് അധികം വരുന്നതിന് വേണമെന്നുള്ളതിനല്ല ചോദ്യം. ഉള്ള മെഡിക്കൽ കോളേജ് ഇപ്പോൾ വടകര താലൂക്ക് ഹോസ്പിറ്റലിന് 88 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്. NHMൻ്റെ കാശ്. ഇവർ ഈ പറഞ്ഞതിനൊക്കെ എത്രയാണ് വെച്ചിരിക്കുന്നത്? എവിടെ കാശ്? വിഭൂതിയിൽ നിന്ന് പണം കിട്ടില്ലല്ലോ, ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. പണം എങ്ങനെ സമാഹരിക്കും? കയ്യിലെന്തുണ്ട്? കയ്യിലൊരു ഓട്ടമുക്കാലും ഇല്ലാതെ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് കുറേ ന്യായങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ എവിടെ ഇംപ്ലിമെൻ്റ് ആവാൻ പോണത്? കൃത്യമായി അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടിയിൽ അത് കൃത്യമാണ്. കാര്യം കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് പോകുന്ന പോക്കും അവിടെ വേണ്ട സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അഡീഷണൽ ആയിട്ട് പര്യാപ്തമായ സൗകര്യങ്ങൾ ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളുടെ വാർത്തകളാണ് നമ്മൾ നിരന്തരം കേൾക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് പുതിയൊരു മെഡിക്കൽ കോളേജ് കൂടി. അപ്പൊ അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചുള്ളത്. കാസർഗോഡത്തെ മെഡിക്കൽ കോളേജിന്റെ കാര്യമൊക്കെ ഇപ്പൊ K. സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും സനോജി, അതിനോടൊപ്പം തന്നെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ
പ്രവർത്തകൻ, ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെന്നുള്ളതെല്ലാം വിട്ടിട്ടൊരു സാധാരണ കേരളീയൻ എന്നുള്ള നിലയിൽ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഈ ഒരു സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും. അതേക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ ഉടനീളം പ്രൊജക്ട് ചെയ്ത് കാണിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മിഷൻ സമുദ്ര എന്ന് തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീരദേശവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു കാര്യം ഇതിന്റെ വിദഗ്ധർ തന്നെ ഇപ്പോൾ പല ചാനലുകളിലായി പ്രതികരിക്കുന്നത് കേട്ടു. ഒന്നാമത്തെ കാര്യം, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതികൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ തുക വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു പദ്ധതികളാണ് ഇവയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി അതിന്റെ ഒരു ഓരം പറ്റി നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് കൈയടി വാങ്ങിക്കാൻ പറ്റും. ഒരു ഗ്രൂപ്പ് സോങ് പാടി കൈയടി വാങ്ങിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലോട്ട് തല വെച്ചുകൊണ്ട് മറ്റ് ഇൻഡിവിജ്വലായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് വഴുതി മാറിപ്പോയോ എന്നുള്ളതാണ്. അവിടെയാണ് വി ഡി സതീശന്റെ ഈ ബഡ്ജറ്റിനെ ഇപ്പോൾ സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ അടക്കം വലിയ രീതിയിൽ വിമർശിക്കുന്നത്. പിന്നെ ഒന്ന്, ഈ സ്വകാര്യവൽക്കരണം, പല മേഖലകളും സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. എല്ലാം ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാം സ്വകാര്യവൽക്കരിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണോ, സ്വകാര്യവൽക്കരണത്തിന്റെ മറവിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തീരദേശത്തെ മണൽ ഖനനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കും, അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ളതും അതിനും അപ്പുറത്തേക്ക് ഭൂമി ഏറ്റെടുക്കലിന്റെ ഏകജാല സംവിധാനം പരിഷ്കരിക്കുവാനുള്ളൊരു പദ്ധതിയുമുണ്ട്. അത് എപ്പോഴും കാലാകാലങ്ങളിൽ ഓരോ സർക്കാരും ഈ ബഡ്ജറ്റ് അവതരണത്തിൽ അവർ ചെയ്തു വെക്കുന്ന ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. കാര്യം അവർക്ക് കൃത്യമായി ഇതിൽ അഴിമതികൾ എവിടെയൊക്കെ കാണിക്കാൻ പറ്റും, തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ലൂപ്പ് ഹോൾസ് ഇതിനകത്ത് കൊണ്ടുവരും. അതും ഒരു മിടുക്കാണ്. ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കുക എന്നുള്ളതും ഒരു മിടുക്കാണ്. അപ്പൊ അത്തരം മിടുക്കുകൾ, അത്തരം ഈ ഒഴിവൊഴിവുകൾ വച്ചുകൊണ്ടാണ് ബഡ്ജറ്റുകൾ എല്ലാ കാലത്തും ഇവിടെ കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് തന്നെയാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ മറ്റു ചാനലുകളിലൊക്കെ ഒരുപാട് പേർ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടു. അപ്പോഴൊക്കെയും ഈ രാഷ്ട്രീയമല്ലാതെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഇതിനൊരു സോഷ്യൽ ആസ്പെക്ട് ആയിട്ട് കണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരെല്ലാവരും ഈ പല സ്വരങ്ങളാണ്, പക്ഷെ എല്ലാവരുടെയും സ്വരത്തിലെ ധ്വനി ഇത് തന്നെയായിരുന്നു. അതെ, അടിസ്ഥാനപരമായിട്ട് ഇതിൽ പ്രതീക്ഷയുള്ളൊരു കാര്യമായി ഞാൻ കണ്ടത് കിഫ്ബി പുനഃപരിശോധിക്കപ്പെടുമെന്നുള്ളൊരു സൂചന ബഡ്ജറ്റ് നൽകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം, കിഫ്ബി മാറ്റി നാളെ ഇന്ദിരാ ബി ആയിട്ടോ ഉമ്മൻ ബി ആയിട്ടോ ഇതിൻ്റെ പേര് മാറ്റി വന്നു കഴിഞ്ഞാൽ അതൊരു വെള്ളാനയായി കേരളത്തിൻ്റെ ബാധ്യതയായി തന്നെ തുടരും. കാരണം കിഫ്ബി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഇന്നത് സമ്മതിക്കാതെയുള്ളൂ. കേരളത്തെ തന്ത്രപരമായി ശാസ്ത്രീയമായി കൊള്ളയടിക്കാൻ നിർമ്മിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണത് എന്നുള്ളതറിയാം. അത് പുനഃപരിശോധിക്കപ്പെടുമെന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് പേര് മാറി വരുമോ എന്നുള്ളത്, കാരണം സനോജി ഇപ്പോൾ പറഞ്ഞതുപോലെ വി ഡി സതീശൻ അനുവർത്തിച്ച് വരുന്നൊരു നയമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോയാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏകജാല സംവിധാനം ഇപ്പോൾ അത് നിലവിലുണ്ട്, അതിനെന്തെങ്കിലും പാളിച്ച ഭാവിയിൽ വന്നാൽ അദ്ദേഹം അതിൻ്റെ ആ പാളിച്ചയുടെ പഴി കൃത്യമായിട്ട് എടുത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുക്കും. കാരണം അവരുടെ കാലത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്, അതിൽ കുഴപ്പങ്ങളുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ച് വരുന്നതേ ഉള്ളൂ എന്ന് അടുത്ത ഒരു വർഷത്തേക്ക് ന്യായം പറയുവാൻ വി ഡി സതീശൻ മിടുക്കനാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ ന്യായങ്ങൾ പാളുന്ന തരത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഇന്നത് കൃത്യമായി അദ്ദേഹം തന്നെ നൽകിയ വടിയെടുത്ത് അവരുണ്ടാക്കി വെച്ചതിന്റെ കുഴപ്പങ്ങളെല്ലാം അതിനകത്തുണ്ട്. അല്ല, ഇതിനകത്തിലൊരു കാര്യം ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട് മനോജി. അതായത് ചില സിനിമകളുണ്ട്, നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓൺ ടൈം വാച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ മടുപ്പ് തോന്നില്ല, കണ്ടു തീർക്കും. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ അവലോകനം ചെയ്യുമ്പോഴാണ് അതിന്റെ പോരായ്മകൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് വി ഡി സതീശൻ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ്. കേൾക്കുന്ന മാത്രമേ എന്തൊക്കെയോ കേരളത്തിന് വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നും, പക്ഷെ ആകെ മൊത്തത്തിൽ ഒരു ഗ്യാസ് ആണ്. അതാണ് ആകാശത്ത് കൊട്ടാരം പണിയുക എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ഇടക്കാല ബഡ്ജറ്റായിട്ട് മാത്രം കണ്ടാൽ മതി. ഈ ഒരു പുതിയ അവിടെയാണ് ഈ പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ മങ്ങൽ എന്ന് പറയുന്നത്. കാര്യം ഒരു
വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ മന്ത്രിസഭ വരുന്നു, അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായത് എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ പരീക്ഷണ ഘട്ടമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമ്പോൾ, ധനമന്ത്രി എന്നുള്ളൊരു സ്ഥാനം കൂടെ കിട്ടുകയാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ഇതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ബഡ്ജറ്റ് കേരളത്തിന് കാഴ്ചവെക്കാമായിരുന്നു എന്നിപ്പോ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം പല കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നു. സിനിമ കഴിഞ്ഞ് തിരികെ ചിന്തിക്കുമ്പോൾ റിവ്യൂ നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, പല മേഖലകളിലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു മാന്യതയോടുകൂടി അത് പറഞ്ഞതാണ്. ഞാനൊരല്പം നിരാശയോടുകൂടി തന്നെ പറയണം. ഇടക്കാല ബഡ്ജറ്റ് എന്ന് സനോജി അതിനെ വിശേഷിപ്പിച്ചു. പക്ഷെ ഞാനതിനെ വ്യക്തിപരമായി വിശേഷിപ്പിക്കുന്നത് വി ഡി സതീശന്റെ സ്വപ്നങ്ങളെന്നാണ്. ഇടക്കാല ബഡ്ജറ്റ് എന്ന് പോലും പറയുവാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. തുടർന്നുള്ള സനോജി. അല്ല, അപ്പൊ എന്തായാലും അതിനെ ആ രീതിയിൽ കാണുമ്പോഴത്തേക്ക് പോലും ഞാൻ പറഞ്ഞത് അങ്ങനെ കണ്ടാൽ പോലും ഒരു നിരാശയുണ്ട് എന്നുള്ളതാണ്. ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്കൊന്ന് ആശ്വസിക്കാം. അപ്പോഴും ഒരു നിരാശയുണ്ട്. കാര്യം ഇത്തരത്തിൽ ഒരു 10 വർഷത്തെ LDF ഭരണത്തിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് UDF ഭരണം വരുന്നു. ആ UDF വി ഡി സതീശൻ ഇത്രയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുഖ്യമന്ത്രിയാകുന്നു, അദ്ദേഹം ധനമന്ത്രിയാകുന്നു. അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കന്നി ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഈ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലും എടുത്തു പറയാവുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ നല്ല പറയും. ഇപ്പൊ സിനിമാ രംഗത്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മോഹൻലാൽ ഉൾപ്പെടെ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ആണല്ലേ. അപ്പോ അത് അവർക്ക് വലിയൊരു ആശ്വാസമാണല്ലോ. വ്യവസായമായി അംഗീകരിച്ചു എന്നുള്ളതാണ്. സിനിമ മേഖലയെ ഒരു വ്യവസായമായി കാണാൻ ഈ സർക്കാർ തയ്യാറായി എന്നുള്ള വലിയ കാര്യമാണ്. ഗുരുവായൂർ, ശബരിമല, കൊട്ടിയൂർ, ഇപ്പോ കൊട്ടിയൂരിലെ ഭക്തജനങ്ങൾ ഒഴുകുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ഇത്രയും ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഇവിടുത്തെ സ്വാമി ക്ഷേത്രം പോലുള്ള അതെ അത് വേറൊരു രീതിക്ക് വരേണ്ടതാണ്. ഹെറിറ്റേജ് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും അതിനെ സംബന്ധിച്ചും അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും, കാരണം ഒരു വശത്ത് 10 വർഷങ്ങൾക്ക് ഭരിച്ചിരുന്ന LDF ആ പ്രദേശത്തെ തന്നെ തകർക്കുവാനുള്ള നിരവധി പദ്ധതികൾ അവിടെ നടപ്പാക്കുവാൻ നോക്കിയതാണ്. അതിനെന്തെങ്കിലും ഒരു ആശയം. ഇപ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട് മനോജി. തലസ്ഥാനമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതെ, കേരളത്തിന്റെ തലസ്ഥാനമാണ്. തലസ്ഥാനം ഇപ്പം ഭരിക്കുന്നത് BJP ആണ്, നഗരസഭ. വേണമെങ്കിൽ ഇവർക്ക് നഗരസഭയുമായി കൂടിച്ചേർന്നുകൊണ്ട് വലിയ പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കാം. അത്തരത്തിലുള്ള ചില പ്രോജക്റ്റുകളൊന്നും മുന്നോട്ട് വെച്ചതായിട്ട് കാണുന്നില്ല. ഈ ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതും ഒരു പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ ആസ്ഥാനമായി നമ്മളൊക്കെ തിരുവനന്തപുരംകാരായതുകൊണ്ട് അതൊന്ന് എടുത്തു പറയുന്നു. കാരണം ഈ തിരുവനന്തപുരത്ത് മഴക്കാലക്കെടുതികൾ ഈ BJP നഗരസഭ വന്നതിന് ശേഷം, ഭരിച്ചു തുടങ്ങിയതിന് ശേഷം ഇത്തവണത്തെ കെടുതികൾ കുറച്ച് കുറവാണെങ്കിൽ പോലും ഇനിയും പരിഹാരങ്ങൾ കാണേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മേയർ VV രാജേഷ് പറഞ്ഞിട്ടുള്ളതാണ്, സംസ്ഥാന സർക്കാർ കൂടി സഹകരിച്ചാലേ അത്തരത്തിലുള്ളൊരു പ്രവൃത്തി സാധ്യമാകുകയുള്ളൂ. അത്തരത്തിൽ പൂർണ്ണമായിട്ടും ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം, അതിനുശേഷമുള്ള സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരം ഇവയെല്ലാം സാധ്യമാകുകയുള്ളൂ എന്ന്. അപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറഞ്ഞിരുന്ന വാക്ക് കൊടുത്തിരുന്നത് മന്ത്രിസഭ കോൺഗ്രസ് സർക്കാർ UDF സർക്കാർ തിരുവനന്തപുരം നഗരസഭയുമായി കൈകോർത്ത് പ്രവർത്തിക്കുമെന്നാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പദ്ധതിയും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്താണ് മന്ത്രിസഭ കൂടുന്നത്, നിയമസഭ കൂടുന്നത്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതും തിരുവനന്തപുരത്താണ്. അത് വലിയൊരു നിരാശയായിരുന്നു ഒരു തിരുവനന്തപുരംകാരനെ സംബന്ധിച്ചെന്ന് പറയാതെ തരമില്ല. ഒരു പ്രഖ്യാപനവുമില്ല. ഒരു ചുവടുവെപ്പ്, ഒരു സമിതിയെങ്കിലും നിയമിക്കും അതിനെക്കുറിച്ച് പഠിക്കുവാനെന്നുള്ളൊരു പ്രഖ്യാപനമെങ്കിലും മാത്രമല്ല മനോജി, ഇപ്പൊ യുവജനങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അങ്ങനെ കാര്യമായ പ്രഖ്യാപനങ്ങളോ നീക്കിയിരിപ്പോ ഇല്ല എന്നുള്ളത് ഇപ്പൊ യുവമോർച്ച വലിയൊരു അവരുടെ ഒരു പ്രതിഷേധമായി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ K സുരേന്ദ്രൻ ഈ ബഡ്ജറ്റിനെ മൊത്തത്തിൽ പറഞ്ഞത് VD സതീശൻ കേരള ജനതയെ പരിഹസിക്കുകയായിരുന്നു അല്ലെങ്കിൽ കളിപ്പിക്കുകയായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അല്ല, അതാ സനോജി കുറച്ചു മുമ്പേ പറഞ്ഞതാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സാധനം, പിന്നെ തിരിച്ചാലോചിക്കുമ്പോൾ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ കുറേ സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ സമുദ്ര പോലുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികളാണ്. മരുപ്പച്ച എന്ന് പറയാം. അതിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ്, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു 2ാം മെഡിക്കൽ കോളേജ്, ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ്, ഇതെല്ലാം പ്രഖ്യാപിച്ചു. ഇനി ഇതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ, കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി, ഇതെല്ലാം ചേർന്ന് എത്ര കാലത്തിന് ശേഷമാണ് ഇതൊന്ന് നിലവിൽ വരിക എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഈ പദ്ധതികൾ ഇനിയിപ്പോൾ എന്നോ നടക്കാൻ പോകുന്നൊരു പദ്ധതിയാണിത്.
അതിനു വേണ്ടിയിട്ടാണ് ഈ ഇപ്പോൾ ഉള്ളൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പക്ഷേ അല്ല, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് അത് ചെയ്തിട്ടില്ല. മാത്രമല്ല മനോജ്, ഈ പദ്ധതികൾ ചില മുക്കാലണം പൂർത്തിയാക്കിയ പദ്ധതികൾ പലതും ഇപ്പോഴും പൂർത്തിയാകാതെ കിടക്കും. അത്തരം കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഒരു തീർപ്പുകൽപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ബഡ്ജറ്റിനെ കീറി മുറിക്കാൻ ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തിക വിദഗ്ധന്മാരല്ല. അല്ല, ഇപ്പോ നാളെയോ മറ്റന്നാളോ സാമ്പത്തിക വിദഗ്ധന്മാരുമായിട്ടുള്ള വിശദമായ ചർച്ചകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓരോ മേഖല തിരിച്ചു തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതെ. അപ്പോൾ ഇന്നിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു നമ്മുടെ ചർച്ച. അപ്പോൾ സാമ്പത്തിക വിദഗ്ധന്മാരുമായിട്ട് വീണ്ടും കാണാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് നിങ്ങളുടെ ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചിന്തകളും പ്രതീക്ഷകളും എന്തായിരുന്നു, എന്താണ് അഭിപ്രായം, എത്ര മാർക്ക് നിങ്ങൾ വി.ഡി. സതീശന് ധനകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ വീണ്ടും കാണാം സനോജി. നമസ്കാരം. നമസ്തേ.